ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടിവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. സ്തേഫാനോസിനെ കൊല ചെയ്തപ്പോൾ ശൗലായിരുന്നു അതിന് കാവലിരുന്നത്. സ്തേഫാനോസിൻ്റെ മരണം കൊലപാതകമായിരുന്നു. കാരണം ഒരു ന്യായമായ വിചാരണ കൂടാതെയാണ് സ്തേഫാനോസ് കൊല്ലപ്പെട്ടത്. ഒരു ജനക്കൂട്ടം സ്തേഫാനോസിനെ കല്ലെറിയുകയായിരുന്നു. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കാരണം ന്യായാധിപ സംഘത്തിലിരുന്ന ആളുകൾ ജനത്തെ പ്രലോഭിപ്പിച്ചതായിരിക്കാം. അവർക്ക് തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ നൽകി കാണും. മാത്രമല്ല, ആ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ കൂടി കോപിച്ച് സ്തേഫാനോസിന് നേരെ തിരിഞ്ഞു. യഹൂദന്മാർക്ക് ആർക്കും വധശിക്ഷ നൽകുവാനുള്ള അധികാരം അക്കാലത്തില്ലായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യഹൂദന്മാരത് പറയുന്നുണ്ട്. അവർ ന്യായപ്രമാണപ്രകാരം ഒരാൾക്ക് വധശിക്ഷ നൽകണം എന്ന് തീരുമാനിച്ചാലും അത് നടപ്പാക്കണമെങ്കിൽ റോമൻ ഗവർണറുടെ അനുവാദം വേണമായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ കൊണ്ടുപോയത്. എന്നാൽ സ്തേഫാനോസിൻ്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. ഒരു ജനക്കൂട്ടം അക്രമാസക്തമായി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസിൻ്റെ മരണമാണ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി മരണം എന്ന് സാധാരണ പറയാറുണ്ട്. സഭയിലെ ആദ്യത്തെ മരണം അതല്ല, അത് അനന്യാസിൻ്റെയും സഫീറയുടെയും മരണമായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു. അവരെ ബാല്യക്കാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ സ്തേഫാനോസിൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. സ്തേഫാനോസ് ദൈവഭക്തനും അനേക ആളുകൾക്ക് ആത്മീക പ്രയോജനം ഉണ്ടായിരുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തരായ ആളുകളാണ് സ്തേഫാനോസിനെ അടക്കം ചെയ്തത്. അവർ സ്തേഫാനോസിനു വേണ്ടി കരയുകയും ചെയ്തു. എന്നാൽ സ്തേഫാനോസിൻ്റെ മരണം കഴിഞ്ഞതോടുകൂടി യഹൂദന്മാർക്ക് ഒരു ധൈര്യമുണ്ടായി. അതിതാണ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചാൽ, അവരെ കൊന്നാൽ പോലും റോമൻ ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല. ഇത് അവർക്ക് കൂടുതൽ ധൈര്യം നൽകി. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നവർക്ക് മനസ്സിലായി. ആളുകളെ കൊല്ലാൻ അധികാരമില്ലാത്ത ന്യായാധിപ സംഘമാണ് സ്തേഫാനോസിനെ കൊന്നത്. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അതൊരു മോബ് ലിഞ്ചിങ് ആയിരുന്നു. യെരുശലേം സഭയിൽ ഇത് മുഖാന്തരം വലിയ ഉപദ്രവം ഉണ്ടായി. 5000-ലധികം ആളുകൾ ആ സമയത്ത് ആ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ 5000 പേരും ചിതറിപ്പോകാൻ ഇടയായി. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നുകയില്ല. നമ്മുടെ സഭയിൽ നിന്ന് ആളുകൾക്ക് വിട്ടുപോകേണ്ടി വരിക, നാം താമസിക്കുന്ന സ്ഥലത്തു നിന്നും നമ്മുടെ വിശ്വാസം മൂലം നമുക്ക് നാടുവിടേണ്ടി വരിക, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയായി ആരും കാണുകയില്ല. ഉപദ്രവമായി, കഷ്ടമായി മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. എന്നാൽ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഉപദ്രവം ഉണ്ടായത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതെന്താണെന്നല്ലേ? ക്രിസ്തീയ വിശ്വാസികൾ ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരിക്കാതെ, അതായത് യെരുശലേമിൽ മാത്രം കൂടിയിരിക്കാതെ, ഈ 5000-ലധികം വരുന്ന വിശ്വാസികൾ യഹൂദയിലും ശമര്യയിലും ചിതറിപ്പോയി. അവർ വെറുതെ ചിതറിപ്പോവുക മാത്രമല്ല ചെയ്തത്, അവർ പോയിടത്തൊക്കെ അവർ
ദൈവവചനം പ്രസംഗിച്ചു. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ വിശ്വാസികൾ ജൈവവളം പോലെയാണ് എന്ന്. ഈ ജൈവവളം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ ദുർഗന്ധമുണ്ടാവും. എന്നാൽ ഈ ജൈവവളം തന്നെ മണ്ണിൽ നിരത്തിയിട്ടാലോ? അത് വളമാണ്. അത് ചെടികൾക്ക് വളമായി തീരും. ആ ചെടികൾ നന്നായി വളരും, പുഷ്പങ്ങളും ഫലങ്ങളും ഉണ്ടാകും. ചില ആളുകൾ കരുതുന്നത് വിശ്വാസികൾ എപ്പോഴും വിശ്വാസികളുടെ കൂടെ തന്നെ താമസിക്കണമെന്നാണ്. വിശ്വാസികൾ ഒരുമിച്ച് താമസിക്കണം, നമുക്ക് എപ്പോഴും ഒരു കൂട്ടായ്മ വേണം, സത്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം വിശ്വാസികൾ മാത്രം ഒരു സ്ഥലത്ത് താമസിക്കണമെന്നല്ല. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഭാഗത്ത് മാത്രം ഉപ്പിട്ടാൽ ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഉപ്പ് ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചെല്ലണം. എങ്കിലേ ആ ഭക്ഷണത്തിന് രുചിയുണ്ടാവൂ, എങ്കിലേ ആ ഉപ്പ് കൊണ്ട് പ്രയോജനമുണ്ടാവും. ഇതുപോലെയാണ് വിശ്വാസികൾ. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് അല്ലെങ്കിൽ സമൂഹത്തിലെ വിവിധ ആളുകളുടെ ഇടയിൽ താമസിക്കേണ്ടവരാണ്. അത് അവർക്ക് ഒരു അവസരവും ഒരു അനുഗ്രഹവുമാണ്. കാരണം മറ്റുള്ളവരോട് ക്രിസ്തീയ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അതൊരവസരമാണ്. അങ്ങനെ ചെയ്താൽ അനേകർ സുവിശേഷം മനസ്സിലാക്കുവാനും അനേകർ അത് വിശ്വസിക്കുവാനും ഇടയാകും. അതൊരു അനുഗ്രഹവുമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് താമസം മാറി പോകുന്നത് എപ്പോഴും ഒരു ശാപമാണ്, അനുഗ്രഹക്കുറവാണ് എന്ന് ചിന്തിക്കരുത്. സഭയെ ഉപദ്രവിക്കുവാൻ ശൗലിനും കൂടുതൽ ഉത്സാഹമായി. സ്തേഫാനോസിൻ്റെ മരണത്തെ തുടർന്നാണത്. ശൗൽ ഓരോ വീട്ടിലും ചെന്ന് സഭയെ മുടിക്കുവാൻ തുടങ്ങി. എന്നാൽ സാധാരണ വിശ്വാസികൾ അതുമൂലം യെരുശലേമിൽ നിന്നും അവർ പുറപ്പെട്ടു പോകേണ്ടി വന്നു. അവർ ചെയ്തതെന്താണ്? അവരും വീട് തോറും ചെന്ന് സുവിശേഷം പറയുകയും സഭയെ വളർത്തുകയും ചെയ്തു. ശൗൽ യെരുശലേമിലുള്ള ആളുകളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചപ്പോൾ സാധാരണ വിശ്വാസികൾ യഹൂദിയിലും ശമരിയിലും പോയി കൂടുതൽ വിശ്വാസികളെ കൂട്ടുവാൻ ഇടയായിത്തീർന്നു. ഫിലിപ്പോസ് ശമരിയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. ശമരിയിൽ വാസ്തവത്തിൽ പോകേണ്ടിയിരുന്നത് അപ്പോസ്തലന്മാരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശമരിയയിൽ പോയി സുവിശേഷം പറയേണ്ടത്, യഹൂദയിൽ സുവിശേഷം പറയേണ്ടത്, ഇതൊക്കെ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഫിലിപ്പോസ് പോയി. ഫിലിപ്പോസ് ശമരിയിൽ ചെന്നപ്പോൾ ശമരിയിൽ ഇതുവരെ ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഫിലിപ്പോസിനറിയാം അപ്പോസ്തലന്മാരോടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോസ്തലന്മാരല്ലേ അത് ചെയ്യേണ്ടത്, എനിക്ക് ആ സ്ഥാനമില്ലല്ലോ, ഞാൻ വെറും ഭക്ഷണം വിളമ്പുന്ന ഒരാളല്ലേ എന്ന് ചിന്തിച്ച് ഫിലിപ്പോസിന് വേണമെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യാതിരിക്കാമായിരുന്നു. എന്നാൽ ഫിലിപ്പോസിന് അതൊരു തടസ്സമേ ആയിരുന്നില്ല. ഫിലിപ്പോസ് ഒരിക്കലും പറഞ്ഞില്ല എന്നെ ആരും ഈ ജോലി ഏൽപ്പിച്ചിട്ടില്ല എന്ന്, അതെൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ഫിലിപ്പോസ് ഒരിക്കലും കരുതിയില്ല. തനിക്കൊരു അവസരം വന്നപ്പോൾ താൻ സുവിശേഷം പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിയാൽ ദൈവം ഫിലിപ്പോസിന് യെരുശലേമിലുണ്ടായിരുന്ന സഭയിൽ ഒരു ശുശ്രൂഷ നൽകിയിരുന്നു. ആ ശുശ്രൂഷ ഭക്ഷണം വിളമ്പുന്ന മേശയിലെ ശുശ്രൂഷ എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ യെരുശലേമിലെ സഭയിൽ ആളില്ല, ആളുകൾ ചിതറിപ്പോയി. അവിടെ ഭക്ഷണം വിളമ്പുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അപ്പോൾ എൻ്റെ ശുശ്രൂഷ തീർന്നു, ഇനി എനിക്കൊരു ശുശ്രൂഷയുമില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുവാൻ ഫിലിപ്പോസ് തയ്യാറായില്ല. അതില്ലെങ്കിൽ ദൈവം എനിക്ക് വേറെ ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് എന്ന് ഫിലിപ്പോസ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് മേശയിലെ ശുശ്രൂഷയിൽ നിന്നും നേരെ ശമരിയിൽ ആദ്യമായി സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷ ഫിലിപ്പോസ് ചെയ്തത്. അതെത്ര അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷയായിരുന്നു. അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ശുശ്രൂഷ അപ്പോസ്തലനല്ലാത്ത ഫിലിപ്പോസ് ശമരിയിൽ ചെയ്തു. അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്ത ചെറുപ്പക്കാരുടെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് അവരെ മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തവരാണ്. അതിൽ ഒരാൾ സ്തേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായി. അപ്പോസ്തലന്മാരിൽ ആരുമല്ല ആദ്യത്തെ രക്തസാക്ഷിയായത്, ഈ ചെറുപ്പക്കാരിൽ ഒരുവനായിരുന്ന സ്തേഫാനോസ് ആയിരുന്നു. അതുപോലെ തന്നെ യെരുശലേമിന് പുറത്ത് സുവിശേഷം അറിയിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം അപ്പോസ്തലന്മാർക്കായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ മേശയിലെ ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന ഈ ഫിലിപ്പോസ് ആണ്
ആ ഉത്തരവാദിത്തം ആദ്യമായി ചെയ്തത്. അതിൻ്റെ കാരണം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. തൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ട് ദൈവം അവന് കൂടുതൽ അവസരം കൊടുത്തു. അവൻ ഇന്നും മേശ തുടയ്ക്കുന്നതിനായി ഇരുന്നില്ല, മറിച്ച് ഒരു പ്രസിദ്ധനായ സുവിശേഷകനായി മാറി. നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങളെ നാം വിശ്വസ്തയോടെ ചെയ്താൽ നമുക്ക് ദൈവം വലിയ അവസരങ്ങൾ തരും. ദൈവം അവസരം തരുമ്പോൾ ഇതെൻ്റെ ഉത്തരവാദിത്തമല്ല, എന്നെ ഇതാരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയാതെ ഫിലിപ്പോസിനെ പോലെ നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.